വഴുതയ്ക്കാട് ജംഗ്ഷനിൽ മിനിഞ്ഞാന്നുണ്ടായ സംഭവം 7 പേരുണ്ടായിരുന്നു. ABVP ആണ്. ഒരു സംഘടനയുടെ ദയനീയാവസ്ഥ ഒന്ന് ആലോചിച്ച് പോകും. 7 പേരുണ്ടായിരുന്നാലും ഒരാളെടുത്ത് വണ്ടിയുടെ മുന്നിൽ ചാടി വണ്ടി തട്ടേ പറ്റോ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ട് വരില്ലേ? ജനകാർ തന്നെ പറ. ആ 7 പേര്, ഞാൻ പറഞ്ഞു 7 പേര്. ഒന്ന്. രണ്ടാമത് സംഭവം ഉണ്ടായത് വീട്ടിൻ്റെ മുന്നിൽ രാത്രി വന്നതാണ്. കേട്ടോ സുഹൃത്തെ, വീട്ടിൻ്റെ മുന്നിൽ രാത്രി ഈ സംഭവം നടന്നതിന് വീട്ടിൻ്റെ രാത്രി പോലീസാണെങ്കിൽ ഒരു വൻ പോലീസ് തന്നെ ആകും. സ്വാഭാവികമായിട്ട് അവർക്കൊരു മന്ത്രിക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ പിന്നെ അവർ ആൻസറബിൾ ആയിരിക്കുമല്ലോ. 12 പേര് ABVP എന്ന് പറഞ്ഞ് പത്രക്കാരെല്ലാം അറിയിച്ച്, അതിനേക്കാൾ കൂടുതൽ പത്രക്കാർ. എന്നിട്ട് തീ കൊളുത്തി. തീപ്പെട്ടി കത്തിക്കാൻ പോലും അറിയാവുന്ന ആളില്ല. രാജ്ഭവനിൽ ഉണ്ടായ സംഭവത്തിന് ശേഷം ABVP, KSU, അതുപോലെ യുവമോർച്ച എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ എന്നെ ആക്രമിക്കുകയും എൻ്റെ യാത്ര തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന രീതി കഴിഞ്ഞ 2 ദിവസമായിട്ട് നടന്നു വരികയാണ്. യഥാർത്ഥത്തിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്കിതുവരെ അവരെന്തിനു വേണ്ടിയാണ് എൻ്റെ കാറ് തടയുന്നതും ദേശീയ പതാക വലിച്ചു കയറുന്നതും, എന്തിനു വേണ്ടിയാണ് അവർ കാർ തടയുന്നതെന്നും ദേശീയ പതാക വലിച്ചു കീറുന്നതെന്നും ആത്മഹത്യാ സ്ക്വാഡ് ചെയ്യുന്ന പോലെ കാറിൻ്റെ മുന്നിലേക്ക് എടുത്ത് ചാടുന്ന എന്തിനാണെന്നും എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ യുവമോർച്ചയ്ക്കെതിരായിട്ടോ KSUവിന് എതിരായിട്ടോ ABVPക്കെതിരായിട്ടോ പ്രതിഷേധിക്കുവാൻ പറ്റുന്ന നിലയിലുള്ള ഒരു കുറ്റവും ചെയ്തിട്ടില്ല. കുറ്റം ചെയ്തിട്ടുള്ളത് മാത്രമല്ല, അവരെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. രാജ്ഭവനിൽ ഗവർണറുടെ നടപടിക്കെതിരെ പ്രതിഷേധിക്കാനുള്ള അധികാരാവകാശങ്ങൾ ഒരു മന്ത്രി എന്നുള്ള നിലയിലും MLA എന്നുള്ള നിലയിലും പൗരനെന്നുള്ള നിലയിലും എനിക്കുണ്ട്. ഞാൻ ആ കടമ നിർവഹിച്ചു. അത് അവിടെ അവസാനിച്ചു. അദ്ദേഹം അത് തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളതിന് വേറെ ഒന്നും മന്ത്രി എന്ന നിലയിൽ പറഞ്ഞിട്ടില്ല. ഇത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ഒരു സമരം പ്രഖ്യാപിച്ചിട്ട് സമരം നടത്താം. സമരം എന്ന് പറയുമ്പോൾ പതിയിരുന്നല്ല സമരം നടത്തേണ്ടത്. ഇപ്പോൾ വഴുതയ്ക്കാട് ജംഗ്ഷനിൽ മിനിഞ്ഞാന്നുണ്ടായ സംഭവം 7 പേരുണ്ടായിരുന്നു. ABVP ആണ്. ഒരു സംഘടനയുടെ ദയനീയാവസ്ഥ ഒന്ന് ആലോചിച്ച് പോകും. 7 പേരുണ്ടായിരുന്നാലും ഒരാളെടുത്ത് വണ്ടിയുടെ മുന്നിൽ ചാടി വണ്ടി തട്ടേ പറ്റോ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ട് വരില്ലേ? ജനകാർ തന്നെ പറ. ആ 7 പേര്, ഞാൻ പറഞ്ഞു 7 പേര്. ഒന്ന്. രണ്ടാമത് സംഭവം ഉണ്ടായത് വീട്ടിൻ്റെ മുന്നിൽ രാത്രി വന്നതാണ്. കേട്ടോ സുഹൃത്തെ, വീട്ടിൻ്റെ മുന്നിൽ രാത്രി ഈ സംഭവം നടന്നതിന് വീട്ടിൻ്റെ രാത്രി പോലീസാണെങ്കിൽ ഒരു വൻ പോലീസ് തന്നെ ആകും. സ്വാഭാവികമായിട്ട് അവർക്കൊരു മന്ത്രിക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ പിന്നെ അവർ ആൻസറബിൾ ആയിരിക്കുമല്ലോ. 12 പേര് ABVP എന്ന് പറഞ്ഞ് പത്രക്കാരെല്ലാം അറിയിച്ച്, അതിനേക്കാൾ കൂടുതൽ പത്രക്കാർ. എന്നിട്ട് തീ കൊളുത്തി. തീപ്പെട്ടി കത്തിക്കാൻ പോലും അറിയാവുന്ന ആളില്ല അതിൻ്റെ കൂട്ടത്തിൽ. എന്തിനാണെന്ന് അവർക്ക് തന്നെ അറിയില്ല. 2. മൂന്നാമത്തെ സംഭവം നടന്ന കോഴിക്കോടാണ്. കോഴിക്കോട് എനിക്ക് തോന്നുന്നു ഒരു 6 സ്ഥലത്ത് വെച്ച് എൻ്റെ കാർ തടഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു സ്ഥലത്ത് KSUക്കാരും ഉണ്ടായിരുന്നു. KSUവിൻ്റെ ആവശ്യം വളരെ രസകരമാണ്.
അവരുടെ ഒരു നേതാക്കന്മാർ ഇതുവരെ ഈ നിമിഷം വരാത്ത ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഉന്നയിക്കപ്പെടാത്ത ഒരു പ്രശ്നമാണ് +1 സീറ്റ് കുറവാണ്, അത് കൂട്ടണമെന്നാണ്. ആര് ചേരാൻ വേണ്ടി? കുട്ടികളില്ലാതെ പിന്നെ +1 കുട്ടികൾ മുഴുവൻ ചേർന്ന് കഴിഞ്ഞു. ഇതൊന്നും അവരറിയുന്നില്ല. അത് വെച്ചുകൊണ്ടാണ് അവർ 6-7 പേരുണ്ടാവും വണ്ടിയുടെ പുറത്തെടുത്ത് ചാടി. പിന്നെ ഞാൻ എല്ലാ സ്ഥലത്തും വണ്ടി സ്പീഡിൽ ഓടിച്ചുകൊണ്ട് പോകാറേ ഇല്ല. ചാടിയാൽ അവൻ അപ്പം വണ്ടി അവിടെ നിർത്തിയിട്ട് ഞാനവിടെ മര്യാദയ്ക്കിരിക്കും. മർദ്ദിക്കുന്നവർ മർദ്ദിച്ചിട്ട് പോട്ടെ. ഞാൻ വണ്ടിയുടെ പുറത്തിറങ്ങി പിന്നെ പുറത്തിറങ്ങി ഒരു വെല്ലുവിളി നടത്തി ഒരു പ്രതിഷേധം പോലും ഞാൻ രേഖപ്പെടുത്തുന്നില്ല. ഇന്നലെ നടന്ന ഒരു 6 സ്ഥലത്തെ പ്രതിഷേധവും 15-ന് താഴെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ KC-ക്കാരെ പറഞ്ഞ അഡ്മിഷൻ്റെ കാര്യം. പിന്നെ ഞാൻ ഔദ്യോഗിക പരിപാടിക്ക് അല്ല രാവിലെ പോയത്. കേരളത്തിൽ ഒരിക്കലും പിന്നെ ഔദ്യോഗിക പരിപാടി അല്ലാതെ ഒരു പരിപാടിക്ക് പോകുമ്പോൾ രാഷ്ട്രീയ നേതാവിനെ മന്ത്രിയെ പിന്നെ തടയാനോ അല്ലെങ്കിൽ മാർഗതടസ്സം സൃഷ്ടിക്കാനോ കല്ലെറിയാനോ ഉള്ള ശ്രമം ഇതുവരെ നടന്നിട്ടില്ല. ഞങ്ങളാരും ചെയ്തിട്ടില്ല.